അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാത്ത ചില പ്രവൃത്തികൾ കൊണ്ട് ഒരു പാവം മനുഷ്യന്റെ ജീവിതം എത്രത്തോളം തകർക്കാം എന്നതിന്റെ നേർസാക്ഷ്യമാണിത്. തിരുവനന്തപുരം സ്വദേശിയും പേഴുമൂട് പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിലെ അംഗവുമായ മുജീബ് എന്ന സഹോദരനെ വ്യാജയാചകൻ എന്ന് മുദ്രകുത്തി കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്ത് പുറത്തുവിട്ട വീഡിയോ ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. ചികിത്സാ സഹായത്തിനായി അവിടെയെത്തിയ ആ പാവം മനുഷ്യന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ക്യാൻസർ രോഗിയായ മുജീബ് തന്റെ ചികിത്സാ ചെലവിനായി സഹായം തേടിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിലെത്തിയത്. അവിടെയുള്ളവർ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ ദയനീയമാണ്. നട്ടെല്ലിനും കാലിനും കഠിനമായ വേദനയുള്ളതിനാൽ ആശ്വാസത്തിനായി അദ്ദേഹം ധരിച്ചിരുന്ന ഷൂ അദ്ദേഹം വിശ്രമിക്കുന്ന സമയം കാലിൽ നിന്നുമൂരി. ഇത് കണ്ട് മസ്ജിദിലെ ഇമാമിൻ മുജീബിനെ വ്യാജനാണെന്ന് സംശയിക്കുകയും മറ്റ് പരിപാലന സമിതി അംഗങ്ങളെ വിളിച്ചുവരുത്തുകയും ചെയ്തു. അദ്ദേഹം ധരിച്ചിരുന്ന ഷൂ അവർ നിർബന്ധപൂർവ്വം അഴിപ്പിച്ചു. നടക്കാൻ ആശ്രയിച്ചിരുന്ന വടി പിടിച്ചു വാങ്ങിവെച്ചു. നിർബന്ധപൂർവ്വം നടത്തിപ്പിച്ചു. ശാരീരികമായി ഉപദ്രവിച്ചു. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ആ വീഡിയോ ചിത്രീകരിച്ചത്. താൻ ക്യാൻസർ രോഗിയാണെന്നും സഹായിക്കണമെന്നും കാണിച്ച് സ്വന്തം മഹല്ലായ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഔദ്യോഗിക കത്ത് കാണിച്ചിട്ടും അവരത് വിശ്വസിച്ചില്ല. അദ്ദേഹം കൊള്ളസംഘത്തിലെ കണ്ണിയാണെന്ന് ആക്ഷേപിച്ചു. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഒരു സാധുവിനോട് ഈ ക്രൂരത കാട്ടിയത്. അദ്ദേഹത്തിന്റെ ഫോണിലെ നമ്പറുകളിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു. പ്രിയമുള്ളവരെ, നോമ്പുകാരായ വിശ്വാസികൾ തറാവീഹ് നമസ്കാരം കഴിഞ്ഞു ക്ഷീണിച്ച് വിശ്രമിക്കുന്ന സമയങ്ങളാണത്. ചിലപ്പോൾ ആ സമയത്ത് തന്നെ എടുക്കണമെന്നില്ല. അങ്ങനെ എടുക്കാത്തതാണോ ഒരാളെ കള്ളനാക്കാനുള്ള തെളിവ്? ഒരു മഹല്ല് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പക്വതയാണോ ഇത്? സാധാരണഗതിയിൽ സഹായവുമായി വരുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും കമ്മിറ്റി മുൻകൂട്ടി പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് സഹായം തേടാൻ ജമാഅത്ത് കമ്മിറ്റി അനുവാദം കൊടുക്കാറുള്ളത്. എന്നാൽ ഈ ജമാഅത്തിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയില്ല. ഇദ്ദേഹത്തെ കൃത്യമായി പരിശോധിക്കാതെയാണോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നത്? ഒരു മഹല്ല് പരിപാലിക്കുന്നതിന് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? തീർത്തും പക്വതയില്ലാത്ത പെരുമാറ്റമാണ് അവിടുത്തെ ഇമാമും ജമാഅത്ത് ഭാരവാഹികളും ചേർന്ന് നടത്തിയത്. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരാളെങ്കിലും അദ്ദേഹം രോഗിയല്ല കള്ളനാണ് എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഈ വീഡിയോ ചെയ്യാമായിരുന്നു. ഒരു വ്യക്തി പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയാത്ത സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കള്ളനാണ് എന്നിവർക്ക് പറയാൻ കഴിയുക? ഒന്നുമല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ അദ്ദേഹം കള്ളനാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമല്ലേ ഈ വീഡിയോ ചെയ്യേണ്ടിയിരുന്നത്? വളരെക്കാലമായി ക്യാൻസർ എന്ന മാരകരോഗത്തോട് പൊരുതുന്ന വ്യക്തിയാണ് മുജീബ്. രോഗിയായ ഒരു ഉമ്മയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ടയർ പഞ്ചർ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം നട്ടെല്ലിന് രോഗം ബാധിച്ചപ്പോൾ ഉമ്മയുടെ സഹായത്തോടെ പൊതിച്ചോറുകളും പലഹാരങ്ങളും വിറ്റും ജ്യൂസ് കച്ചവടം നടത്തിയുമാണ് ജീവിച്ചിരുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ട്യൂബിന്റെ സഹായമില്ലാതെ കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം. ദീർഘനേരം നിൽക്കാനോ നടക്കാനോ കഴിയില്ല. അദ്ദേഹത്തിന്റെ ബൈക്കിനെക്കുറിച്ചും കാറിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ് എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് കാറ് എന്നത് അത്യാവശ്യമായ കാര്യമാണ്. വീഡിയോയിൽ പറയുന്നതുപോലെ വലിയ കാറോ ബൈക്കോ ഒന്നുമല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. വീഡിയോയിൽ പറയുന്നത് കേട്ടാൽ മുന്തിയ ഇനം ബൈക്കും മുന്തിയ ഇനം കാറുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് തോന്നിപ്പോകും. സ്പ്ലെൻഡർ ബൈക്കും പിന്നെ കാറുമാണ് തന്റെ യാത്രാ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് വൃത്തിയായി സൂക്ഷിക്കുന്നതുകൊണ്ടാണോ ഇവർ ആഡംബരമെന്ന് പറയുന്നത്? അതോ ഇത്തരം ആളുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആഡംബരമായാണോ കാണുന്നത്? ക്യാൻസർ രോഗത്തിനു പുറമെ മറ്റു പല ശാരീരിക അസ്വസ്ഥതകളും കാരണം എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ബൈക്കിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കാർ ഉപയോഗിക്കുന്നത്. അദ്ദേഹം തീർത്തും സഹായത്തിന് അർഹനാണ്. അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് മുഴുവനും സുപരിചിതനായ സാധുവായ വ്യക്തിയാണ് മുജീബ്. ഈ വീഡിയോ പുറത്തുവന്നതിലൂടെ എന്റെ മകനെ അപമാനിക്കുന്ന രംഗങ്ങൾ കണ്ട് വളരെ പ്രയാസത്തോടെ ഒരു മാതാവ് അവിടെ കഴിയുന്നുണ്ട്. തന്റെ കാലശേഷം ഭാര്യയോ മക്കളോ ഒന്നുമില്ലാത്ത രോഗിയായി തന്റെ മകനെ ഓർത്ത് എന്നും കണ്ണീരോടെ കഴിയുന്ന ആ മാതാവിനെയാണ് നിങ്ങളുടെ അശ്രദ്ധമായ ഈ പ്രവൃത്തികൊണ്ട് വേദനിപ്പിച്ചത്. ജമാഅത്ത് ഭാരവാഹികളോടും അവിടുത്തെ ഇമാമിടും എനിക്ക് വിനീതമായി പറയാനുള്ളത്, രോഗിയായ ആ സാധുവിനെ വേദനിപ്പിച്ചതിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ വേദനിക്കുന്ന ആ മാതാവിനെയും സഹോദരനെയും നേരിൽ സന്ദർശിച്ച് ആ വേദനിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കണം. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ റമദാനിലെ നിങ്ങളുടെ അമലുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഇത്തരത്തിലുള്ള മാറാരോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ സഹോദരനും കുടുംബത്തിനും അല്ലാഹു ക്ഷമയും പരലോകത്ത് ഉന്നതമായ പദവികളും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.